ഇടുക്കി അടിമാലി വാളറ കുളമാംകുഴിയിലെ കാട്ടാനശല്യം പ്രതിരോധിക്കാൻ വഴിയൊരുങ്ങുന്നു. അഡ്വക്കേറ്റ് എ രാജ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ മൂന്നാർ ഡിഎഫ്ഒയുമായി നടന്ന ചർച്ചയിലാണ് പ്രശ്നം പരിഹരിക്കാൻ നടപടിയായത്. പ്രദേശത്ത് പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഫെൻസിംഗ് ഇല്ലാത്തയിടത്ത് ഫെൻസിംഗ് തീർക്കാനും തീരുമാനമായി. 3 കാട്ടാനകളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറ കുളമാംകുഴി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തിയിരുന്നത്. പ്രദേശത്തെ 50ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇതുവരെ നാശം വരുത്തി. കാട്ടാനശല്യത്തിനെതിരെ ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധമുയരുകയും ഫോറസ്റ്റ് ഓഫീസിലേക്ക് ആളുകൾ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് എ രാജ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ മൂന്നാർ ഡിഎഫ്ഒയുമായി ചർച്ച നടന്നത്. പ്രദേശത്തെ പ്രവർത്തനക്ഷമമില്ലാതിരുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഫെൻസിംഗ് ഇല്ലാത്തയിടത്ത് ഫെൻസിംഗ് തീർക്കാനും യോഗം തീരുമാനം കൈക്കൊണ്ടു. പ്രദേശത്ത് ഭീതി വരുത്തിയിരുന്ന കാട്ടാനയെ RRT സംഘം ഇവിടെ നിന്നും തുരത്തി. നിലവിലെ പോയി കിടന്ന ഏതാണ്ട് 1.5 കിലോമീറ്ററോളം നശിച്ചു കിടന്ന ഫെൻസിങ് അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഇന്നലെ തന്നെ അവിടെ ഇറക്കിച്ചു. ആനയെ ഓടിക്കുന്നതിൻ്റെ ഭാഗമായി RRT ടീമിനെ മിനിഞ്ഞാന്ന് തന്നെ അവിടെ നിയോഗിക്കുകയും RRT ടീം അതിശ്രമകരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുകയും ചെയ്ത് ഇനി ഏത് സമയത്ത് വിളിച്ചാലും വരാൻ സന്നദ്ധരായിട്ട് RRT ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കാർഷിക വിളകൾ നശിച്ച മുഴുവൻ കർഷകർക്കും മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.